യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ ദക്ഷിണമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നടപടിക്രമങ്ങളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ട്. ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാൻ ശ്രമമെന്നും കേസെടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിഭയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ഇത് വളരെ കോളിളക്കമുണ്ടാക്കിയ ഒരു വാർത്തയാണ്. യു പ്രതിഭ എംഎൽഎയുടെ മകനെ കഞ്ചാവ് കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു, കേസെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യു പ്രതിഭ വളരെ കൃത്യമായി മകനെതിരെ ഉണ്ടായത് കള്ളക്കേസാണ്, ഇതിൽ അന്വേഷണം വേണം എന്ന് വലിയ സമ്മർദ്ദം സർക്കാരിനുമേൽ ആഭ്യന്തര വകുപ്പിനുമേൽ ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ ബാക്കി പത്രം എന്നോണം ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാൻ നടക്കുന്ന നീക്കമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ കഞ്ചാവ് കേസിൽ ദക്ഷിണമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പരാമർശം. നിഷ ചേരുന്നുണ്ട്. നിഷ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ കേസിൽ യു പ്രതിഭ എംഎൽഎയുടെ മകനെ അറസ്റ്റ് ചെയ്ത കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ നടപടിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. നിഷ, നിയമ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് യു പ്രതിഭ എംഎൽഎയുടെ മകൻ കനിവിനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി, ആ രീതിയിലാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരുടെ നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് ഊന്നി പറയുന്നത്. മാത്രമല്ല, പിടികൂടിയ 9 പേരിൽ എംഎൽഎയുടെ മകനടക്കം 7 പേരെയും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല. അത് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച പിഴവാണ് എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അവർ കഞ്ചാവോ ലഹരിയോ ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥർക്ക് തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ ഒരു ശ്വാസത്തിന്റെ ഗന്ധത്തിൽ ഉള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കി മാത്രമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇവരെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയില്ല എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. അതാണ് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വലിയ നടപടിക്രമമായി ഈ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നത്. മാത്രമല്ല, എംഎൽഎ വിവരം അറിയിച്ചില്ല. എംഎൽഎ വിളിച്ചു പറഞ്ഞതിൽ ഉദ്യോഗസ്ഥർക്ക് അവരുമായി നടത്തിയ ആശയവിനിമയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഞ്ചാവ് വലിച്ചു എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മാത്രമാണ് കേസിന് ആധാരം. മാത്രമല്ല, എംഎൽഎയോട് പറഞ്ഞപ്പോൾ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അല്പസമയത്തിനകം വിട്ടയക്കും എന്ന കാര്യമാണ് പറഞ്ഞത്. മകനെതിരെ കേസെടുത്ത കാര്യം എംഎൽഎയോട് പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ജോയിന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ഉദ്യോഗസ്ഥരോട് ഈ കേസിനെ കുറിച്ചുള്ള വിശദീകരണം തേടും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേസെടുത്ത ഉദ്യോഗസ്ഥനെതിരെ ഉള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേസെടുത്ത ഉദ്യോഗസ്ഥൻ കുട്ടനാട് റേഞ്ച് ഓഫീസറായ ജയരാജാണ്. ജയരാജിനെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളുണ്ടായിരുന്നു. പിന്നീട് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോകാണ് ഈ ജയരാജ് അടക്കമുള്ള ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകളിൽ നിന്നും മൊഴിയെടുത്തത്. കഴിഞ്ഞ ഡിസംബർ 28-നാണ് ഇത്തരത്തിലൊരു സംഭവം തന്നെ ഉണ്ടാകുന്നത്. തകഴി പാലത്തിനടിയിൽ വെച്ച് കഞ്ചാവ് വലിച്ചുവെന്ന് നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്നാണ് ഒരു കൂട്ടം യുവാക്കൾ കഞ്ചാവ് വലിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട് എക്സൈസ് സംഘം അവിടെ പരിശോധന നടത്തിയതും തകഴി പാലത്തിനടിയിൽ നിന്നും യു പ്രതിഭയുടെ മകൻ കനിവടക്കമുള്ള 9 പേരെ പിടികൂടുന്നതും ഇവരുടെ കയ്യിൽ നിന്നും അന്ന് 3 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത് എന്നാണ് പിന്നീട് വളരെ സമയത്തിന് ശേഷം എക്സൈസ് പറയുന്നത്. എന്തായാലും അതിനു മുൻപ് കൂടിയ അളവിൽ കഞ്ചാവ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണെന്നാണ് ഇപ്പോൾ എക്സൈസ് പറയുന്നത്. എന്തായാലും കൂടിയ അളവിൽ കഞ്ചാവ് പിടിച്ചു. പിന്നീട് അത് 3 ഗ്രാം എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എന്തായാലും കനിവടക്കമുള്ള 7 പേരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാതെയാണ് ഇവരുടെ പേരിൽ കേസ് എടുത്തത്. അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കില്ല എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എംഎൽഎയുടെ മകനെതിരെയല്ല, എംഎൽഎയുടെ മകനെ പിടികൂടിയ ഉദ്യോഗസ്ഥർക്കെതിരെ, അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചതിന് എംഎൽഎയുടെ മകനെ പിടികൂടിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ആക്ഷേപം ഉയരുന്നത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാനും സാധ്യതയുണ്ട്. നീലിമ, നിഷ, ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം ചേർത്ത് വായിക്കേണ്ടത്. മകൻ ലഹരി ഉപയോഗിച്ചതും അവനിലുണ്ടായ മാറ്റങ്ങളും തിരിച്ചറിയാനായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതാവ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, VSDP നേതാവ്, സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ മകനെ ലഹരി കേസിൽ കുടുക്കിയതല്ല, അതിൽ അറസ്റ്റിലായ വിവരം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ച ഒരു രീതിയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു തരത്തിലും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല. പകരം
തൻ്റെ മകനാണ് തെറ്റുപറ്റിയത്, അവനെ തിരുത്താൻ ഞാൻ ശ്രമിക്കേണ്ടതായിരുന്നു, ഞാൻ അവനെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന ഒരു പിതാവിൻ്റെ വാക്കുകൾ ഇപ്പുറത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. തൊട്ടപ്പുറത്താണ് ഒരു ജനപ്രതിനിധി തന്നെ മകനെ കഞ്ചാവ് കേസിൽ കുടുക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ കേരളം കാണുകയാണ്. യഥാർത്ഥത്തിൽ പ്രതിഭ MLA നൽകുന്ന ഈ കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ് യഥാർത്ഥത്തിൽ? എന്റെ മകൻ ആരെങ്കിലും കൂട്ടുകെട്ടിൽപ്പെടുത്തി ചീത്തയാക്കിയാൽ അതുണ്ടാകുന്ന ഭവിഷ്യത്തുകളും ഒക്കെ തന്നെ ആ പിതാവ് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞെത്തിയപ്പോൾ ഇവിടെ ഉണ്ടായത് തീർത്തും നിലിമ പറഞ്ഞതുപോലെ ഘടകവിരുദ്ധമായി തന്നെയാണ് അന്ന് പ്രതിഭ പ്രതികരിച്ചത്. കാരണം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ സംഭവം വിവാദമാകാൻ തന്നെ കാരണം അന്ന് പ്രതിഭ MLA മകൻ കനിവിനെയും കൂട്ടുകാരെയും എക്സൈസ് പിടികൂടിയതിന്റെ അന്ന് രാത്രി തന്നെ FB ലൈവിൽ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പ്രതിഭ പറഞ്ഞതൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ്. തന്റെ മകനെ കഞ്ചാവ് കൈവശം വെച്ചതിന് എക്സൈസ് സംഘം പിടികൂടിയിട്ടില്ല, തന്റെ മകൻ അത്തരത്തിൽപ്പെട്ട ഒരാളല്ല, മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ മകനെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾക്കും ഒക്കെ പിന്നിലെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട്, മാത്രമല്ല ആലപ്പുഴയിലെ ചില മാധ്യമങ്ങൾക്ക് തന്നോട് പ്രത്യേക വൈരാഗ്യമുണ്ട്, അവർ അതിന്റെ പേരിലാണ് തന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നത്, തന്റെ മകൻ അത്തരത്തിൽ ഒരു നടപടിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല തന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മകനെയും കൂടെ നിർത്തിക്കൊണ്ട് പ്രതിഭ അന്ന് ലൈവിൽ വന്നത്. മാധ്യമങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങളാണ് തന്റെ മകനെതിരെ ഇത്തരത്തിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയത് എന്നൊക്കെയായിരുന്നു പ്രതിഭ അന്ന് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത്. അന്ന് പ്രതിഭയുടെ ഫേസ്ബുക്ക് ലൈവിന് ശേഷമാണ് ഈ സംഭവം വലിയ വിവാദമാകുന്നത്. മാത്രമല്ല അതിനുശേഷം നടന്ന CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും ഒക്കെ പ്രതിഭ എക്സൈസ് വകുപ്പിനെതിരെ തന്നെ ആഞ്ഞടിക്കുകയുണ്ടായി. മാത്രമല്ല ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അങ്ങനെ തൻ്റെ മകൻ തെറ്റ് ചെയ്തില്ല, തൻ്റെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല, പിടിച്ചെടുത്തെങ്കിൽ പോലും അത് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയ ഒരു തൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു കേസാണ് എന്ന് പറഞ്ഞ് മകനെ രക്ഷിക്കുന്ന ഒരു സമീപനം, മറ്റുള്ളവരെ മാത്രം ബലിയാടാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം, അതായിരുന്നു പ്രതിഭയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നീമ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഒരാൾ മകന് പറ്റിയ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ മകന് ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, തൻ്റെ ശത്രുക്കളാണ് മകനെ ഇത്തരത്തിലൊരു കള്ളക്കേസിൽ കുടുക്കിയത്, ആ ആരോപണങ്ങളുമൊക്കെ ആയിട്ടാണ് പ്രതിഭ രംഗത്തെത്തിയത്. എന്തായാലും പ്രതിഭ അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, എക്സൈസിന് പരാതി നൽകി. ആ ഒരു പരാതിയിലായിരുന്നു ഇപ്പോൾ അന്വേഷണം. ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിനായിരുന്നു ഇതിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിൽ കേസൊക്കെ പിടിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മുഴുവൻ മനോവീര്യം തകർക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിഭ MLA മകനെതിരായ കഞ്ചാവ് കേസിൽ ദക്ഷിണ മേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അങ്ങനെ പ്രതിഭ MLA മകനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥരെല്ലാം ബലിയാടാകാൻ പോകുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നിഷ ദിലീപാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.